ഇത് എൻ്റെ ചട്ടിയിൽ വളർത്തിയ കറിവേപ്പ് തൈകളാണ്. കറിവേപ്പിന് നമ്മൾ എന്താണ് വളം ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചാൽ കണ്ടോ, പച്ചക്കറി വേസ്റ്റുകൾ കാര്യമായിട്ട് ഇതിന് പച്ചക്കറി വേസ്റ്റ്, പിന്നെ പുല്ല്, ചെറിയ പുല്ലുകൾ കട്ട് ചെയ്തിടുക. ഇത് കണ്ടോ, അതിന് നല്ല തൈകൾ വരുന്നത് കാര്യമായിട്ട് അത് മതി. പിന്നെ നമ്മൾ പുല്ല് ചീച്ചിട്ട് അതിൻ്റെ വളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. ഒരു ചട്ടിയിലാണ്. ഇതിന് കാര്യമായിട്ട് ഈ വളം തന്നെ ചെയ്താൽ മതി. നമ്മൾ പച്ചക്കറി വേസ്റ്റുകൾ ചെയ്താൽ മതി. ഇതാണ് ഇങ്ങനെ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് പുല്ലുകളെല്ലാം പറിച്ചിടുക. കളകളും പുല്ലുകളും എല്ലാം പറിച്ചിട്ടിട്ട് അതിൽ വെള്ളം നിറച്ച് വെക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ച ചാണകത്തിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് എടുത്തിട്ട് കുറച്ചെടുക്കുക, അതിൻ്റെ 2-3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഈ കരുവേപ്പിനൊക്കെ നമുക്ക് അടിവളം നമ്മൾ ചാണകവും അതുപോലുള്ള എല്ലുപൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വളർന്നു വരുന്ന പച്ചക്കറി വേസ്റ്റുകൾ മാത്രം, മുട്ടത്തോട്, പച്ചക്കറി വേസ്റ്റ്, ഇതെല്ലാം ഈ കരുവേപ്പിനെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതിന് രാവിലെയും വൈകിട്ടും നമ്മൾ നനച്ച് കൊടുക്കണം. ചട്ടിയിലായതുകൊണ്ട് ഇത് മറ്റ് മണ്ണിൽ നിന്ന് കിട്ടുന്ന പോലെ വെള്ളം കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താക്കാം, രാവിലെ നനയ്ക്കണം, വൈകിട്ട് നനയ്ക്കണം, അല്ലെങ്കിൽ അത് വാടിപ്പോവും. ഇതൊരൊറ്റ മൂടാണിത്. ഇതിന്ന് പൊട്ടിക്കൂടി ഉണ്ടായതാണ് ഇത്രയും കരുവേപ്പുകൾ. ഇത് കണ്ടോ, ഇതിൻ്റെ തൈയായിട്ട് ഇങ്ങനെ വരുന്ന ഇത് ഇനി വലുതായിട്ട് ആവും. പിന്നെ വേറെയും തൈകൾ പൊട്ടി വരും ഇതിൽ. അത്രയും ഇന്നത്തെ വിശേഷങ്ങളുള്ളൂ.